ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അക്യുപയാർ ജംഷീർ അലിയാണ്. സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മാറ്റർ എന്തായിരിക്കും? ഇപ്പം നമ്മുടെ കരിയർ ആയിരിക്കാം, നമ്മുടെ ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഏതായിരിക്കും സാറിന് കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും? സമൂഹത്തിൽ ഓരോരുത്തരും ഡിഫറെൻ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. പല ആളുകളും പലതരത്തിലാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ചില ആളുകൾ ജോലിയിൽ അമിതമായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ആളുകൾ ശരീര സൗന്ദര്യത്തിലായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ചില ആളുകൾ മറ്റ് ബന്ധങ്ങളിലായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് നമ്മൾ ശരിയായ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോലിയിലായാലും മറ്റ് ബന്ധങ്ങളിലായാലും ഒക്കെ നല്ലൊരു ആരോഗ്യമില്ലെങ്കിൽ തീർച്ചയായും ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളെ അടുത്തറിയാനും ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി മനസ്സിലാക്കേണ്ടതും, അതുപോലെ ശരിയായ ചികിത്സാ രീതികൾ. ഇന്ന് ചികിത്സ എന്ന് പറയുമ്പം ആധുനിക യുഗത്തിൽ വളരെ ഫാസ്റ്റായി കൊണ്ടാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ചികിത്സ എന്ന് പറയുന്നത് രോഗികൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് പടിപടിയായി ആശ്വാസം കിട്ടുന്ന ഒരു പ്രക്രിയ ആയിരുന്നെങ്കിൽ, ഇന്ന് ചികിത്സ എന്ന് പറയുന്നത് രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കിട്ടുന്ന പ്രമോഷനെയാണ് ഇന്ന് ചികിത്സ എന്ന് പറയുന്നത്. ഇപ്പം ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു പ്രയാസത്തിന് രോഗി ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ അവന് ആ തുടക്കഘട്ടത്തിൽ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാൾക്ക് നാൾ ആ മെഡിസിൻസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ആ മെഡിസിൻസിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം രോഗിക്ക് കിട്ടും. അവനനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ പ്രമോഷൻ കിട്ടി വലിയ രോഗിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൂടെ തന്നെ ആന്തരിക അവയവങ്ങളൊക്കെ വീക്കാവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പതുക്കെ ചികിത്സയിലൂടെ തന്നെ. ചികിത്സ സ്വീകരിക്കാതെയാണെങ്കിൽ നമുക്ക് പറയാം ചികിത്സ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന്. പക്ഷെ ചികിത്സ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇവിടെ നമുക്ക് ഈ ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ അസുഖത്തിന് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അലോപ്പതി ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്. അതുപോലെ ഒരു മരുന്നും ഉപയോഗിക്കാത്ത അക്യുപഞ്ചർ ചികിത്സയുണ്ട്. ഈ സന്ദർഭത്തിൽ ഒരു മരുന്നും ഉപയോഗിക്കാതെ അക്യുപഞ്ചർ ചികിത്സ ചെയ്ത ആളുകൾക്ക് പടിപടിയായി അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടുകയും യാതൊരു മരുന്നും ഉപയോഗിക്കാതെ ജീവിതത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലേക്കുള്ളൊരു മടക്കം നമുക്ക് ഈ ഒരു ചികിത്സയിലൂടെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അക്യുപഞ്ചർ ചികിത്സയിലൂടെ. പിന്നെ നമുക്ക് ഈ ആരോഗ്യം തിരിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫാമിലിയുടെ സാഹചര്യങ്ങളായാലും കരിയർ ആയാലും എല്ലാം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് നമ്മളത് തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മളും ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടാവാന്നുള്ളത് തന്നെയാണ്. അതായത് കൂടുതൽ നമ്മുടെ അവസ്ഥ മോശമാവുന്നല്ലോ ചികിത്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹെൽത്തിനാണ്. ശരിയായ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായകരമാകുന്ന പ്രക്രിയകൾക്കാണ് നമുക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അക്യുപഞ്ചർ ചികിത്സ വളരെ സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും വളരെ ഗുണകരമായ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ചികിത്സാ രീതി. എല്ലാം ഒരു ഫുഡായാലും വെള്ളമായാലും എല്ലാം ഒരു മിനിമലായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഓവറായിട്ട് നമ്മളൊരു സംഗതിനെ കൂടുതൽ ആശ്രയിക്കുന്നത്, അതായത് ഫുഡായാലും കൂടുതൽ ക്രേവിംഗ് കാണിക്കുന്നത്. ഫുഡിന്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, ഫുഡ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്. ഇപ്പം എൻ്റെ ശരീരത്തിന്റെ ആവശ്യമായിരിക്കില്ല അഞ്ജുവിൻ്റെ ശരീരത്തിന്റെ ആവശ്യം. എനിക്ക് എത്ര ക്വാണ്ടിറ്റി കഴിക്കണമെന്ന് എൻ്റെ ശരീരമാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് വിശപ്പ് അനുഭവപ്പെടുന്നത് ഭക്ഷണം ആവശ്യമുള്ള ഘട്ടത്തിലാണ്. ആ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അത്
വിശപ്പ് മാറുന്ന അളവിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അതെ. വിശപ്പ് മാറുന്ന അളവിൽ ഭക്ഷണം കഴിക്കുക, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് ഇഷ്ടമായിട്ട് അനുഭവപ്പെടുക. ആ സമയത്ത് ആ ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പം താങ്ക് യു സാർ, ഞാൻ എൻ്റെ കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തതിന് താങ്ക് യു.